മുഖമടച്ച് കിട്ടിയ അടിയും കൂടി താങ്ങാനുള്ള ശേഷി അഭയ്ക്കുണ്ടായിരുന്നില്ല. അവൻ വീണ്ടും നിലത്തേക്ക് തന്നെ വീണു. മുന്നിൽ വീര്യത്തോടെ നിൽക്കുന്ന സീതയെ അപ്പോഴവൻ നോക്കിയത് ഭയത്തോടെയാണ്. അവൾക്ക് ഇരുവശവും കണ്ണനും ഹരിയും കൈകെട്ടി നിൽപ്പുണ്ട്. ഇപ്പോൾ കിട്ടിയ അടി എന്തിനാണെന്നറിയോ നിനക്ക്? സീതയുടെ വാക്കുകൾ ചതഞ്ഞരഞ്ഞുകൊണ്ടാണ് വെളിയിൽ വന്നത്. അഭയ് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാതെ തളർന്നു കിടന്നു. കാമത്തോടെ നീ എന്നെ ചേച്ചി എന്ന് വിളിച്ചതിന് അന്നേരം ഓങ്ങി വെച്ചതാ ഞാനിത്. അവൾ ചിരിച്ചു. നിങ്ങൾ എന്നെയല്ല, ഞാൻ നിങ്ങളെയാണ് ട്രാപ്പ് ചെയ്ത് പിടിച്ചത്. കാരണം ഒരിക്കലും നിങ്ങൾ തേടി വരാത്ത രീതിയിൽ എൻ്റെ അനിയനെ നിങ്ങളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്തിയെടുക്കുക എന്നത് എൻ്റെ കടമയായിരുന്നു. ഞാനത് ഭംഗിയായി ചെയ്തു. സീത മനോഹരമായി ചിരിച്ചു. ആരുമില്ലെന്ന് കരുതിയല്ലേ നീയൊക്കെ എന്നെയും ഇവനെയും തടഞ്ഞു വെച്ചത്? അർജുന് 2 ഏട്ടന്മാരുണ്ടടാ. അതെന്തേ നീ ഓർക്കാഞ്ഞത്? അതിനുള്ള ശിക്ഷയായി കൂട്ടിക്കോ. സീത ഇരുവശങ്ങളിലേക്ക് നോക്കി. അതുവരെയും ചിരിച്ചുകൊണ്ട് നിന്നിരുന്ന കണ്ണൻ അവൾ നോക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് ഗൗരവത്തിൻ്റെ മുഖം മൂടി എടുത്തണിഞ്ഞു. പുറത്തൊരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഹരിയും കണ്ണനും പരസ്പരം നോക്കി. നിങ്ങൾക്കുള്ള വണ്ടിയാ, അനിയന്മാർ പോവാൻ റെഡിയായിക്കോ, ഹരി പരിഹാസത്തോടെ പറഞ്ഞു. അകത്തേക്ക് ഇരച്ചു കയറി വന്ന പോലീസുകാർ അഭിനെയും കൂട്ടാളിയെയും പെറുക്കിയെടുത്ത് വണ്ടിയിൽ കയറ്റി. താങ്ക്സ്. നന്ദിയോടെ SI സാജിർ ഹരിക്ക് നേരെ കൈനീട്ടി. ഇതൊക്കെ വെറും വാലുകളാ സാറേ, ഒറിജിനൽ ഇപ്പോഴും സേഫാണ്. കൈനീട്ടുന്നതിനിടെ തന്നെ ഹരി അയാളെ ഓർമ്മപ്പെടുത്തി. അറിയാടോ, ഇവന്മാരെ തന്നെ സ്റ്റേഷനിൽ എത്തുന്നതിന് മുന്നേ ജാമ്യം എടുക്കണമെന്നുള്ള വിളി വരും. നമ്മൾ ഉദ്ദേശിക്കുന്നതിലും എത്രയോ പിടിപാടുണ്ട് ഇവർക്ക്. ചുമ്മാതാണോ ഇത്ര വേഗത്തിൽ ലഹരി ഇങ്ങനെ മനുഷ്യനെയും ലോകത്തെയും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്? സാജിർ നിരാശയോടെ പറഞ്ഞു. ഞാൻ പിന്നെ പൊതുവേ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇങ്ങനെയുള്ളവരെ കയ്യിൽ കിട്ടിയ ആ സ്പോട്ടിൽ എൻ്റെ ഫോൺ സൈലൻ്റ് ആക്കിയിടും. സ്റ്റേഷനിൽ കൊണ്ടുപോയി കൈതരിപ്പ് തീരുവോളം അങ്ങ് തല്ലി തീർക്കും. ചുമ്മാതെയല്ലാട്ടോ, തെറ്റ് ചെയ്തു എന്ന് എനിക്ക് ബോധ്യമായാൽ മാത്രം. എന്നിട്ടേ ഫോൺ സൈലൻറ്റ് മോഡ് മാറ്റുകയുള്ളൂ. അത്രയെങ്കിലും ചെയ്യണ്ടേ ഞാൻ? എനിക്കുമുണ്ട് വളർന്നു വരുന്ന 2 മക്കള്. ഒരച്ഛൻ്റെ മനസ്സോടെ അത്രയെങ്കിലും ചെയ്യാനായി എന്ന് ആശ്വസിക്കാമല്ലോ. സാജിർ പറഞ്ഞത് കേട്ട് ഹരിയും കണ്ണനും ചിരിയോടെ പരസ്പരം നോക്കി. എനിവേ, ഒരിക്കൽ കൂടി താങ്ക്സ്. സാജിർ യാത്ര പറഞ്ഞു പോയി. വെയിച്ചുകൊണ്ട് നടക്കുന്ന അർജുനെ താങ്ങിപ്പിടിച്ചത് കണ്ണനാണ്. അവനെ പിടിക്കാൻ കൈനീട്ടിയ സീത കണ്ണൻ്റെ രൂക്ഷമായ നോട്ടം കണ്ടിട്ട് കൈ പിൻവലിച്ചു. അവൻ്റെ അവഗണനയിൽ അവൾക്കുള്ളം പൊടിയുന്ന വേദന തോന്നുന്നുണ്ട്. പക്ഷേ പ്രതികരിക്കാൻ തനിക്ക് അർഹതയില്ലെന്ന് അവൾക്കറിയാവുന്നത് കൊണ്ട് അവളതെല്ലാം സഹിക്കുന്നു. സത്യങ്ങളെല്ലാം അവനെ അറിയിക്കണോ വേണ്ടയോ എന്നുള്ള ചിന്ത അപ്പോഴും അവൾക്കുള്ളിൽ പിടിവലി നടത്തുന്നുണ്ട്. അവർ പുറത്ത് കടന്നപ്പോഴേക്കും ഹരി കാർ തിരിച്ചു നിർത്തിയിരുന്നു. മുന്നിലേക്ക് ഇരുത്തിക്കോ കണ്ണ, അവനാകെ ഉടഞ്ഞു പോയിരിക്കുക. പിറകിലെ ഡോർ അർജുനായി തുറന്നു കൊടുക്കുന്ന കണ്ണനെ നോക്കി ഹരി പറഞ്ഞു. ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് ഹരി തന്നെ കൈനീട്ടി മുന്നിലെ ഡോർ തുറന്നു കൊടുത്തു. ചാരി കിടക്കാൻ പാകത്തിന് സീറ്റ് അല്പം ചെരിച്ചു കൊടുത്തു. സീതയ്ക്കൊപ്പം കണ്ണനും പിറകിലാണ് കയറിയത്. ഡോറടച്ച് കഴിഞ്ഞ് അവൻ സീറ്റിലേക്ക് ചാരി കണ്ണടച്ച് പിടിച്ചു കിടന്നു. ഇടയ്ക്കിടെ സീത അവൻ്റെ നേരെ വേദനയോടെ നോക്കുന്നുണ്ട്. അവൾക്ക് അസഹനീയമാണ് അവൻ്റെ ആ മൗനം. അതവളെ കൊല്ലാതെ കൊല്ലുന്നത് പോലെ. ആദ്യം ഹോസ്പിറ്റലിൽ പോവാം അല്ലേടാ? ഹരി പിന്നിലേക്ക് നോക്കി ചോദിച്ചു. ഒന്ന് മൂളിക്കൊണ്ട് കണ്ണൻ എഴുന്നേറ്റ് നേരെയിരുന്നു. അപ്പോഴും അവളെ നോക്കുന്നില്ല. മനഃപൂർവ്വം സൈഡിൽ മിന്നിമായുന്ന കാഴ്ചകളിൽ നോട്ടം കൊരുത്തിട്ടു. സീറ്റിൽ വെച്ച് അവൻ്റെ കൈക്ക് മേലെ സീത പതിയെ തൊട്ടത് ഇനിയും മിണ്ടാതിരുന്നാൽ താൻ ശ്വാസം മുട്ടി മരിച്ചു പോകുമെന്ന തോന്നലിലാണ്. രൂക്ഷമായൊരു നോട്ടമാണ് അവൾക്കുത്തരം കിട്ടിയത്. സോറി. അങ്ങേയറ്റം വേദനയോടെ അവൾ കണ്ണനെ നോക്കി പറഞ്ഞു. അവനൊന്ന് ചുണ്ടുകൂട്ടിക്കൊണ്ട് മുഖം തിരിച്ചു. ഹൃദയഭാരം ഒന്നുകൂടി കൂടിയതുപോലെ തോന്നി സീതയ്ക്ക്. വിങ്ങിലോടെ അവളും പുറത്തേക്ക് മിഴി നട്ടു. ഇത്തിരി നേരത്തെ ഈ അവഗണന പോലും സഹിക്കാൻ വയ്യാത്ത താനാണോ ഇവനെ വിട്ടുകൊടുക്കാൻ തീരുമാനമെടുത്തതെന്ന് അവൾക്ക് അത്ഭുതം തോന്നി. ആത്മാവിൽ അലിഞ്ഞു ചേർന്നവനെ എന്തിൻ്റെ പേരിലായാലും മാറ്റി നിർത്താൻ ശ്രമിച്ചത് തെറ്റ് തന്നെയായിരുന്നു. ഹൃദയമന്ത്രം പോലെ തന്നെ കൊണ്ടു നടന്ന ഇവനെ പോലുള്ള ഒരുവനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വലിയൊരു തെറ്റ്. തഴുകി മറയുന്ന കാറ്റിൻ്റെ കുളിരിൽ കണ്ണടച്ചുകൊണ്ട് സീത സീറ്റിലേക്ക് ചാരി. ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിലേക്ക് ഹരി കാർ ഓടിച്ചു കയറ്റി. ഇറങ്ങടാ, അർജുനോട് പറഞ്ഞിട്ട് ഹരി സീറ്റ് ബെൽറ്റ് അഴിച്ചുകൊണ്ട് ഇറങ്ങി. നീ ഇവിടെ ഇരിക്കി കണ്ണാ, ഇത് അത്ര വലിയ കേസൊന്നല്ലല്ലോ, ഞാൻ പോയിട്ട് വരാം.
സീതയ്ക്ക് വേണ്ടിയാണ് ഹരി അത് പറഞ്ഞതെന്ന് കണ്ണന് ഉറപ്പുണ്ടായിരുന്നു. കണ്ണൻ അവനെയൊന്ന് കുറിപ്പിച്ചു നോക്കി. ഹരി കണ്ണടച്ച് ചിരിച്ചു. ഓ, നീ ഇവിടെ ഇരിക്കെ ഹരി, ഞാൻ കൊണ്ടുപോയിക്കോളാം അവനെ. നീയാണിപ്പോൾ ചിലരുടെ വിശ്വസ്തൻ. നമ്മൾ ചതിക്കും, വിശ്വസിക്കാൻ കൊള്ളില്ല. അതുകൊണ്ട് കൂട്ടിരിക്കാനും രക്ഷപ്പെടുത്തി കൊണ്ടുവരാനും നീയാണ് കൂടുതൽ ബെറ്റർ. കണ്ണൻ ഡോറ് വലിച്ചു തുറന്നുകൊണ്ട് പുറത്തേക്കിറങ്ങി. സീത നിറഞ്ഞ കണ്ണുകൾ അവർ കാണാതിരിക്കാൻ മുഖം തിരിച്ചു. അർജുൻ്റെ അടുത്തേക്ക് പോവാനിറങ്ങും മുന്നേ ഹരിയെ വിളിച്ചിരുന്നു. ഒറ്റയ്ക്ക് ചെന്ന് കയറി കൊടുക്കുന്നത് വിഡ്ഢിത്തരമാണെന്ന് നന്നായി അറിയാമായിരുന്നു. അവൻ പിറകെ വരുമെന്ന് ഉറപ്പുണ്ടായിട്ട് തന്നെയാണ് അവർക്ക് മുന്നിൽ ചിരിച്ചുകൊണ്ട് കയറി ചെന്നതും. കൂടെ കണ്ണനുമുണ്ടാകുമെന്ന് മനസ്സ് പറഞ്ഞിരുന്നു. കാരണം എല്ലാം പറയാതെ അറിയുന്നവനാണ്. എന്നിട്ടും ഹരിയെ വിളിച്ചത് എന്തിന് എന്ന ചോദ്യത്തിൽ അവൾക്ക് ഉത്തരമുണ്ടായില്ല. അതിൻ്റെ കൂടി ചേർത്തുള്ള പറച്ചിലാണ് കണ്ണനെന്ന് അവൾക്കറിയാം. മതിയടാ, അവൾക്ക് നല്ല സങ്കടമുണ്ട്. പുറത്തിറങ്ങിയ കണ്ണനെ നോക്കി ഹരി പതിയെ പറഞ്ഞു. അപ്പോൾ എൻ്റെ സങ്കടത്തിന് നിന്റെ മുന്നിൽ യാതൊരു വിലയുമില്ല അല്ലേടാ? കണ്ണൻ മുഖം ചുളിച്ചു. അങ്ങനെയല്ല കണ്ണാ, എന്തെങ്കിലും ന്യായമായ ഒരു കാരണമില്ലാതെ അവൾ അങ്ങനെ ചെയ്യില്ലെന്ന് എന്നേക്കാൾ നന്നായി നിനക്കറിയാലോ. പിന്നെ എന്തിനാടാ അതിനോട്? കണ്ടിട്ട് സഹിക്കുന്നില്ല. അവൾക്ക് നല്ല സങ്കടമുണ്ട് കണ്ണാ. ഹരി അവൻ്റെ തോളിൽ തട്ടി. കൂട്ടുകാരൻ ചെല്ല്, ചെന്നിട്ട് അളിയന് മരുന്ന് വാങ്ങി വായോ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. കണ്ണൻ ഹരിയെ നോക്കി പറഞ്ഞു. ഇപ്പോൾ വരാടി. കാറിനകത്തിരുന്ന സീതയെ കുനിഞ്ഞു നോക്കിക്കൊണ്ട് ഹരി പറഞ്ഞു. ഞാനും വരണോ ഹരി? അവൾ ചോദിച്ചു. വേണ്ടടി, ഇത് ഇപ്പോൾ തീരും, ഞാൻ മതി. അതും പറഞ്ഞിട്ട് അർജുനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹരി പോയി. കണ്ണൻ അപ്പോഴും വാശിക്കാരൻ കുട്ടിയെപ്പോലെ കാറിൻ്റെ പുറത്ത് തന്നെ നിന്നു. അല്പം കഴിഞ്ഞ് സീത ഡോർ തുറന്നിറങ്ങി ചെല്ലുന്നത് അറിഞ്ഞിട്ടും അവൻ അതേ നിൽപ്പ് തന്നെ തുടർന്നു. സീത ചെന്നിട്ട് അവൻ്റെ അരികിൽ നിന്നു. എന്നോട് എന്നോട് എന്തെങ്കിലും പറയ് കണ്ണേട്ടാ, എനിക്ക് സങ്കടം കൊണ്ട് ശ്വാസം മുട്ടുന്നു. വിങ്ങലോടെ സീത പറയുന്നത് കേട്ട് ഹൃദയം പിടച്ചെങ്കിലും കണ്ണൻ അനങ്ങിയില്ല. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു. കണ്ണൻ കൈ കുടഞ്ഞു മാറ്റിക്കൊണ്ട് നെഞ്ചിൽ ചേർത്ത് കൈകെട്ടി ഗൗരവത്തോടെ നിന്നു. പ്ലീസ് പ്ലീസ് കണ്ണേട്ടാ, എനിക്കിത് സഹിക്കാൻ വയ്യ. അവളിപ്പോൾ കരയുമെന്നായിട്ടുണ്ട്. കണ്ണൻ മുഖം തിരിച്ചു നോക്കി. നോട്ടമിടഞ്ഞ നിമിഷം രണ്ടുപേരിലും സ്നേഹമിരമ്പി. ഞാൻ എല്ലാം പറയാം. സീത അവനെ നോക്കി. വേണ്ട, കണ്ണൻ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. സീതയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ പതിയെ നടന്നുകൊണ്ട് കുറച്ചു മാറി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു മരച്ചുവട്ടിൽ പോയി നിന്നു. ഗേറ്റിൽ നിന്നും കുറച്ചു മാറിയാണത്. ഹോസ്പിറ്റലിൻ്റെ ബഹളങ്ങളൊന്നും അങ്ങോട്ട് എത്തുന്നില്ല. നേരിയ വെളിച്ചം മാത്രം. ഹൃദയനൊമ്പരത്തോടെ സീത വീണ്ടും അവനരികിൽ ചെന്ന് നിന്നു. പുറം തിരിഞ്ഞു നിൽക്കുന്ന അവനെ പിന്നിൽ നിന്നും ഇറുക്കി പിടിച്ചു. സാറി സാറി, പതിഞ്ഞ ശബ്ദത്തിൽ അവൾ മന്ത്രിച്ചു. തിരിഞ്ഞു നിന്നിട്ട് അവളെ നെഞ്ചിൽ വലിച്ചു ചേർക്കാനുള്ള കൊതി കണ്ണൻ വളരെ പണിപ്പെട്ടുകൊണ്ടാണ് ഒതുക്കിയത്. ഞാനെല്ലാം പറയാൻ കണ്ണേട്ടാ, എന്നോട് മിണ്ടാതിരിക്കല്ലേ. അതെനിക്ക് സഹിക്കാൻ വയ്യ. അവൾ അവൻ്റെ മുഖം പിടിച്ച് തിരിച്ചു. ഇതിനുത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കണ്ണൻ ഗൗരവം വിടാതെ തന്നെ പറഞ്ഞു. സീതയുടെ മുഖം വീണ്ടും കുനിഞ്ഞു. ഇനി നീ പറയാതെ തന്നെ അത് കണ്ടുപിടിക്കും ഞാൻ. അതെൻ്റെ വാശിയാണ് എന്ന് തന്നെ കൂട്ടിക്കോ. ഹൃദയം നിറയെ ഞാൻ കൊണ്ടു നടന്നിട്ടും എന്നെ കാണേണ്ടെന്ന് പറഞ്ഞു. നിനക്കെന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. എന്നോടൊന്നും പറയാനില്ലെന്ന് പറഞ്ഞു. അതിനുള്ള മറുപടിയായി ഞാൻ അത്രയെങ്കിലും ചെയ്യണ്ടേ? ആ സ്വരത്തിലും നിറഞ്ഞതത്രയും നോവ് തന്നെയായിരുന്നു. അത് തിരിച്ചറിഞ്ഞ നിമിഷം സീത വീണ്ടും ഉലഞ്ഞുപോയി. ഈ ജീവന് വേണ്ടിയല്ലേ ഞാനെൻ്റെ ജീവൻ ഉപേക്ഷിച്ച് കളയാൻ തീരുമാനമെടുത്തത്? അവളുടെ ഹൃദയം അലമുറയിട്ടു. അസഹിഷ്ണുത നിറഞ്ഞ നിമിഷങ്ങൾ. രണ്ടുപേരും ഉള്ളുകൊണ്ട് വേദനിക്കുകയായിരുന്നു. അല്പം കൂടി കഴിഞ്ഞ് ഹരി വരുമ്പോഴും അതേ നിൽപ്പ് തന്നെയായിരുന്നു രണ്ടും. ഡാ! കാറിൻ്റെ അരികിൽ നിന്നും ഹരി വിളിച്ചതും കണ്ണനും സീതയും ഒന്ന് പരസ്പരം നോക്കിയിട്ട് അങ്ങോട്ട് നടന്നു. എന്തായടാ? കണ്ണൻ ചോദിച്ചു. കുഴപ്പമില്ല, മരുന്ന് തന്നിട്ടുണ്ട്. അർജുൻ അപ്പോഴേക്കും മുന്നിലേക്ക് കയറിയിരുന്നു. മരുന്നും ചീട്ടും ഹരി സീതയെ ഏൽപ്പിക്കുന്ന നേരം കൊണ്ട് കണ്ണൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. ഒരു നെടുവീർപ്പോടെ ഹരി സീതയ്ക്ക് പിറകെ കയറിയിരുന്നു. തിരികെ വീട്ടിലെത്തുമ്പോൾ അർദ്ധരാത്രിയായിരുന്നു. ഹരി പറഞ്ഞതനുസരിച്ച് വരദ പാർവിന് കൂട്ടുവന്നിരുന്നു. നീ വരുന്നില്ലേ കണ്ണാ? വീട്ടുപടിക്കൽ എത്തിയിട്ടും കാറിൽ നിന്നും ഇറങ്ങാതിരിക്കുന്ന കണ്ണനെ നോക്കി ഹരി ചോദിച്ചു. ഇല്ലടാ, ഞാൻ പോവാണ്. അവൻ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു. ഇന്ന് ഭാര്യ വീട്ടിൽ കൂടിക്കോടാ, ഹരി ഒരാക്കിച്ചിരിയോടെ പറഞ്ഞു. അർജുൻ പതിയെ ഒതുക്കുകൾ കയറിപ്പോയിരുന്നു. ഓ ആദ്യം ഭാര്യയാക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനമെടുക്കട്ടെ.
വിശ്വാസമില്ലാത്തവരോടൊപ്പം ജീവിക്കുന്നത് ട്രെയിനിന് തലവെച്ച് കൊടുക്കുന്നത് പോലെയാണ് ഹരി. അവൻ സീതയെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു. ജാട കാണിക്കാതെ ഇറങ്ങി വാടാ. നീ ഇപ്പോൾ ഓടിപ്പിടഞ്ഞ് അങ്ങോട്ടേക്ക് പോയിട്ട് എന്ത് കാണിക്കാനാ? മാത്രമല്ല, ഇന്ന് തന്നെ ഇവരെ ഇവിടെ ഒറ്റയ്ക്ക് വിടാനും വയ്യ. എനിക്കാണേൽ അച്ഛൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ. അമ്മയെ കൊണ്ടുവിടണം. പ്രായമുള്ള ആളല്ലേ, ഒറ്റയ്ക്ക് കിടത്താനാവില്ലല്ലോ. ഹരി അവൻ്റെ ഭാഗത്തെ ഡോർ തുറന്നുകൊണ്ട് പറഞ്ഞു. കണ്ണനൊരു കള്ളച്ചിരി ചുണ്ടിൽ ഒളിപ്പിച്ച് പിടിച്ചുകൊണ്ട് പതിയെ പുറത്തേക്കിറങ്ങി.